ഹായ്, ഇന്ന് നമ്മുടെ വ്ളോഗില് നമ്മൾ എല്ലാവരും കൂടെ ചെറിയൊരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാ. അപ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം. ഇപ്പോൾ ഒരു 7:30 സമയം ആയതേ ഉള്ളൂ. ബ്രേക്കിക്കാൻ നമ്മളിങ്ങനെ കാപ്പി ബീച്ച് ഇരുന്ന് വാഴക്കാപ്പം നിന്നോണ്ടിരിക്കുക. പലാടാ ഒരു ഹായ്. മമ്മി ഇവിടെ ഞങ്ങൾക്ക് കാപ്പിയൊക്കെ ആയിട്ട്. മമ്മി എന്നെയുണ്ട്? കാപ്പിയൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഞാൻ രാവിലെ അവിടുന്ന് ഇട്ടോണ്ട് വന്നതാ വീട്ടിൽ നിന്ന്. കർക്കിടക വാവല്ലായിരുന്നു. വേലിയൊക്കെ കഴിഞ്ഞ് പിന്നെ മമ്മി കാപ്പിയൊക്കെ ഞങ്ങൾക്ക് ഇട്ടോണ്ട് വന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ച് അതൊക്കെ ആയിട്ട്. അപ്പൊ നമ്മളിവിടെ കാപ്പിൽ ബീച്ചിലാണ് കേട്ടോ. നല്ല തിരയൊക്കെ കണ്ടോ. ആകെ മൊത്തത്തിൽ മഴയൊക്കെ പെയ്ത് സെറ്റായി കിടക്കുക ഇപ്പൊ സംഭവം. പിള്ളേരൊക്കെ നല്ല വൈബ് അടിച്ചിരിക്കുക അവിടെ. പാർവതിയേ എങ്ങനെയുണ്ട്? നമ്മളൊരു മൈൻഡില്ല അപ്പുറം വ്ളോഗ്. ഇപ്പൊ ഇവർക്ക് എക്സാം ഒക്കെ ആവാറായി. ഇവർക്കൊരു സ്ട്രെസ് റിലീഫ് ആവട്ടെ. രാവിലെ 7:30 തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി പ്രതിഷ്ഠിച്ച് ഇവിടെ. ഇവിടെ ആരെങ്കിലും ഒന്ന് സഹായിച്ചു കൊടുക്കും. മമ്മിക്ക് കാപ്പിയേ നമുക്കെടുത്ത് തരുന്നതിന് മമ്മിയെ സഹായിക്കണം എല്ലാവരും. മമ്മിക്ക് വയ്യ. മമ്മി അവിടെയൊക്കെ കുറെ നടന്നേ ഒരു വഴിയായി. മമ്മിയൊക്കെ എവിടെ വന്നാലും മമ്മിക്കൊക്കെ കാപ്പി ഒഴിക്കാനേ നേരമുള്ളൂ. കേട്ടോ പിള്ളേർക്കൊക്കെ പാൽക്കാപ്പിയൊക്കെ ഇട്ട് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. മമ്മി ഇന്ന് എന്ത് മമ്മി കഴുത്തിയിട്ടേക്കുന്നത്? മമ്മിക്ക് നമ്മളൊരു നെക്ലേസ് വാങ്ങിക്കൊടുത്തു. എന്ത് ചെയ്യും നെക്ലേസ്? മമ്മിക്ക് വാങ്ങിക്കൊടുത്ത നെക്ലേസ് ആണ്. നിങ്ങൾ പറയണേ എങ്ങനെയുണ്ടത്? മയിലിൻ്റെ ഒരു ഡിസൈനുള്ള നെക്ലേസ്. ഞങ്ങളെല്ലാവരും വാങ്ങിച്ചു നെക്ലേസ് അല്ലേ. നമ്മളൊരു നിസ്സാരക്കാരൊന്നും അല്ല. ഓണത്തിന് ഇടുന്നത്. അപ്പോൾ നമ്മളിത് കാപ്പിൽ ബീച്ചിലാണുള്ളത്. സെറ്റ് വൈബാണ്. നിങ്ങൾക്കൊക്കെ ഇതുപോലെ നിങ്ങൾക്കൊക്കെ ഇതുപോലെ ഒരു ദിവസം ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങി ഇതുപോലെ വരണമെങ്കിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അത്ര തിരക്കൊന്നും ഇല്ലാത്തൊരു. ഇതിപ്പോൾ നമ്മൾ വന്നത് ഒരു രാവിലെ 7:30 ആ ഒരു സമയത്തൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. ചിലപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല തിരക്കായിരിക്കും. അപ്പം നിങ്ങൾക്കും വരണമെങ്കിൽ എല്ലാവർക്കും വരാം കേട്ടോ. സെറ്റ് സ്ഥലമാണ്. എന്തുവായി കാപ്പി കഴിക്കലുകാരാ. മന്ദാരിക്ക് തലയിൽ റോസാപ്പൂ കിട്ടിയതെടുത്ത് വെച്ച് കൊടുത്ത്. ഞാൻ വെച്ച് കൊടുത്ത രസമില്ല. ഇത് കിളിച്ച് വന്ന കണക്കില്ലേ. ഒരു മഞ്ചാടി കിട്ടിയായിരുന്നു അവിടെ നിന്ന്. മഞ്ചാടിയൊക്കെ എടുത്തു. മമ്മിയും കൂടി ഇറങ്ങി നിന്നോ. പക്ഷെ ഇവിടെ നിന്ന് കുടിക്കുക. പാറയുണ്ടല്ലോ, ഇരിക്കുകയൊക്കെ ചെയ്യാം. മമ്മി അവിടെയൊക്കെ നടന്ന് ആകെ ക്ഷീണിച്ച്. മമ്മിക്ക് തീരെ കാല് വയ്യ. നടപ്പെന്ന് വെച്ചാൽ ഈ ബലിയിടുന്നതുകൊണ്ട് പാപനാശത്ത് നല്ല തിരക്കാണ് രാവിലെ. അതുകൊണ്ട് ഭയങ്കരമായിട്ട് നമ്മൾ നടന്ന് കുറേ. മമ്മി കുറച്ച് കാലും കൂടെ കുറച്ച് വയ്യാതിരിക്കുമായിരുന്നു, വേദന എടുത്ത്. ഇപ്പോൾ മമ്മി ഇച്ചിരി നേരം മമ്മി എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ മന്ത്രിയൊക്കെ പുറത്തിറങ്ങുന്ന കണക്കാ മമ്മി. മിനിസ്റ്ററൊക്കെ വരുമ്പോഴത്തേക്ക് ഡോറൊക്കെ തുറന്ന് കൊടുത്ത് നമ്മൾ ഇറക്കുമല്ലോ, അതേ രസമാണ്. മമ്മി മൊത്തത്തിൽ ഒന്ന് നിന്നേ. മമ്മിയുടെ ഔട്ട്ലുക്കൊക്കെ ഒന്ന് കാണട്ടെ എല്ലാവരും. മമ്മിയുടെ ഇന്നത്തെ മൊത്തത്തിലുള്ള ഔട്ട്ലുക്കാ ഇത്. സെറ്റായിട്ടൊക്കെ ഇറങ്ങിയതാ. പിന്നെ എല്ലാ അമ്പലത്തിലൊക്കെ കയറിയത് കൊണ്ട് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. കുറി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും രാവിലത്തെ ഇപ്പോൾ രാവിലെ ആണെങ്കിലും പക്ഷെ നമുക്ക് തോന്നത്തില്ല. ഒരു വൈകുന്നേരത്തിൻ്റെ മൂടി കിടക്കുക. കാരണം അവിടെയൊക്കെ ഇങ്ങനെ ബോട്ടൊക്കെ വരുന്നുണ്ടോ. എല്ലാവരും നല്ല ഗൈസ്. മമ്മി അവിടെ വേസ്റ്റ് കളഞ്ഞാലും മമ്മി അവർ പൊക്കുക. അപ്പോൾ രാവിലെ ഞങ്ങൾ വാഴയ്ക്കപ്പോൾ ചായയല്ല കോഫിയൊക്കെ കുടിക്കുക കേട്ടോ. കോഫിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. കഴിച്ച സ്നാക്സൊക്കെ കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് എന്തോന്ന് നോക്കിയാൽ കടൽ കണ്ടോ. കാപ്പിൽ കടൽ. മഴ പെയ്യുന്നുണ്ട്. അയ്യോ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് പയ്യെ എസ്കേപ്പ് അടിച്ചാലോ എന്നാ. കണ്ടോ ഫോട്ടോഷൂട്ടാണ് കേട്ടോ. ഇവിടെ
പിള്ളേരെല്ലാം ഭയങ്കര പിള്ളേരെല്ലാം ഭയങ്കര ഫോട്ടോഷൂട്ട്. അതെ ഇവിടെ അതെ അന്തരീക്ഷം നോക്കിക്കും, ഭയങ്കര മഴ കേട്ടോ, മഴ പെയ്തു തുടങ്ങി. ആ പറക്കട്ടെ, മഴ പെയ്യുന്നു. ആ റോസാപ്പൂ കളയല്ലേ, ഭയങ്കര ഫോട്ടോ ഭയങ്കര ഫ്രെയിം വേണ്ട കണ്ടോ ഇവിടെ ആപ്പിൾ ബീച്ച്. മഴ പെയ്യുന്നു. നമ്മളെ ഇപ്പൊ മഴ ആയതുകൊണ്ട് ഇവിടെ ഫുള്ള് മഴയിൽ അന്തരീക്ഷം ആയതുകൊണ്ട് നമ്മൾ കാറിൽ കയറി. അപ്പൊ ഒരു ഐസ്ക്രീം വണ്ടി വേണം. അപ്പൊ നമ്മള് ഐസ്ക്രീം വാങ്ങി. ഞങ്ങൾ 2 ഐസ്ക്രീം വാങ്ങി. ഇവർക്ക് ആർക്കും വേണ്ടെന്ന്. ഇവരെല്ലാം ഐസ്ക്രീം വിരോധികളാ, മമ്മി ഉൾപ്പെടെ. അപ്പൊ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങി, അത് കഴിക്കാൻ പോവാ.